നിങ്ങളെല്ലാവരും ഈ ന്യൂസ് അറിഞ്ഞു കാണുമല്ലോ. നടനും നിർമ്മാതാവുമായ നമ്മുടെ മണിയമ്പിള്ള രാജു സഞ്ചരിച്ച കാറ് രണ്ട് പിള്ളേർ സഞ്ചരിച്ച ബൈക്കിലിടിച്ച് ആക്സിഡന്റ് ഉണ്ടായ കാര്യം. അങ്ങനെ വയ്യാതെ നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. അതില് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മീഡിയാസ് നല്ല രീതിയിൽ ആഘോഷിച്ച ഒരു സംഭവം കൂടാണ്. അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെ നല്ല രീതിയിൽ ഏറി കയറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു വിഷയമാണ്. പക്ഷെ CCTV ദൃശ്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് കുറെയൊക്കെ മാധ്യമങ്ങൾ എന്താ പറയാ മറിഞ്ഞത്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും, മണിയമ്പിള്ള രാജു ആ ക്ലബ്ബിൽ നിന്ന്, ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ടൈമിൽ യുവാക്കൾ ബൈക്കിൽ വരുന്നു. അപ്പം യുവമാർ ബൈക്കിൽ വന്നിരിക്കുന്ന ഒരു അത്യാവശ്യം ഓവർ സ്പീഡിലായിരുന്നു, കാറിൽ ഇടിച്ചു നേരെ തെറിച്ചു പോവുകയും ചെയ്യുന്നു. മണിയമ്പിള്ള അങ്ങോട്ട് കൊണ്ടൊന്ന് ഇടിപ്പിച്ചല്ല. പക്ഷേ ഇതിൽ മണിയമ്പിള്ളയുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം നടക്കുന്ന സമയത്ത് പുള്ളി നിർത്താതെ പോവുകയാണോ ഉണ്ടായത്. അപ്പൊ ആ പുള്ളി നിർത്താതെ പോയതിനെ പുള്ളി ന്യായീകരിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പേടി കൊണ്ടാണ്, പാനിക്കായി പോയി, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയെ എന്തായാലും റോഡിൽ വെച്ചിട്ട് ജനം കയ്യേറ്റം ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ അത്യാവശ്യം എല്ലാവരും കണ്ടതുമാണ്. ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും നോക്കാതെ ആ ടൈമിൽ സ്വന്തം കാര്യം നോക്കി പുള്ളി മുങ്ങുകയോ ചെയ്ത്. അതിനെനിക്ക് തോന്നിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നെങ്കിൽ പുള്ളി ക്ലബ്ബിൽ നിന്നല്ലേ ഇറങ്ങി, ചിലപ്പോൾ എന്തെങ്കിലും ആൽക്കഹോളോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും. അത് കാരണം പുള്ളി ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം നിർത്താതെ പോയിരിക്കുന്നത്. പുള്ളി തന്നെ പറയുന്നത് അത് അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആരെയോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാര്യം എന്തായാലും നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ചിലപ്പം ഈ ഒരു സാഹചര്യം കൊണ്ടാകാം, സംശയമാണ്. പക്ഷെ ഇപ്പം അയാളെ രാവിലെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോകുന്ന ടൈമിൽ 2 വർഷമായി മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അത്രത്തോളം അതൊരു വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. കാരണം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും പുള്ളിക്ക് അവിടെ ഇറങ്ങി നിന്ന് പുള്ളിയുടെ സഹകരിക്കുന്ന ക്ലബ്ബല്ലേ. അപ്പൊ അവിടെ ഉള്ളവർ എന്തായാലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുമല്ലോ. തിരിച്ച് റിവേഴ്സ് എടുത്ത് പുള്ളിക്ക് ആ കാർ ആ ക്ലബ്ബിലോട്ട് കയറ്റി ബാക്കിയുള്ള ആൾക്കാരോട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അതുപോലും ചെയ്യാതെ വണ്ടി എടുത്തുകൊണ്ട് പുള്ളി പോയതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത അതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് ഈ പറയുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ വിട്ടുപോയപ്പോഴത്തേക്ക് അതിലെന്തോ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ കിട്ടിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ CCTV ദൃശ്യം വന്നതോടുകൂടി അവർക്ക് അധികം അതിട്ട് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ മണിയമ്പിള്ള രാജുവിനെ കണക്ക് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമല്ലേ പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഇത്രയും സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിച്ചത്. അറസ്റ്റ് ചെയ്തിപ്പം ജാമ്യത്തിൽ സ്റ്റേഷനിൽ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഇത് ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുകിലുകൾ വന്നേനെ. ഇതിപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കോടികൾ ഉള്ളത് കാരണം പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കുറച്ച് മൗനം പാലിച്ച് നിൽക്കുന്ന രീതിയിലാണ് പോകുന്നത്. എന്തായാലും അയാൾ പറയുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചികിത്സയിലിരിക്കുന്ന പിള്ളേരെ പോയി കാണും, പിള്ളേർക്ക് അധികം പരിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു വാഹനം ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തിയിട്ട് പോകുന്നതാണ് ഒരു മര്യാദ. കാരണം അവൻ എന്ത് സംഭവിച്ചു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും അതൊരു സഹായമാവും. എന്നിട്ടും അയാളുടെ കാറ് ഫ്രണ്ട് പൊട്ടിപ്പോയതിന്റെ വിഷമമാണ് പറയുന്നത്. ആ പിള്ളേർക്ക് സംഭവിച്ചതും അതിലും വലുതല്ലേ. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു സെലിബ്രിറ്റി ആയതിന്റെ അഹങ്കാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിർത്താമായിരുന്നു വണ്ടി എന്തൊക്കെയാണെങ്കിലും.